രണ്ട് സഹോദരങ്ങൾ ചേർന്ന് ഇന്ത്യയിലെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫീൽഡ് മാറ്റിമറിച്ച കഥ. കർണാടകയിലെ ഷിമോമോഗയിൽ ഒരു കൊങ്കണി കുടുംബത്തിലാണ് ആ കുട്ടി ജനിച്ചത്. ചെറുപ്പത്തിൽ അവന് തൻ്റെ സ്കൂളിനെയും ടീച്ചർമാരെയും വെറുപ്പായിരുന്നു. പഠനത്തിലാകട്ടെ ആ സ്കൂളിൽ ഏറ്റവും മോശം അവനും അവൻ്റെ ചേട്ടനുമായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ സ്കൂൾ അധികൃതർ വിസമ്മതിച്ചതിനെ തുടർന്ന് 15ാം വയസ്സിൽ ആ കുട്ടി പഠനം ഉപേക്ഷിച്ചു. അതോടെ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവനിലുണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോയി. അന്നത്തെ ആ കുട്ടിയും അവൻ്റെ ചേട്ടനും ചേർന്ന് 2010 തുടങ്ങിയ സ്ഥാപനം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമുകളിലൊന്നാണ്. ആ കുട്ടിയാകട്ടെ ഇന്ന് രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബില്യണയർമാരിൽ ഒരാളുമാണ്. ഈ പറഞ്ഞു വരുന്നത് ആരെപ്പറ്റിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമായ സെറോദയുടെ ഫൗണ്ടർമാരായ നിഖിൽ കാമത്തും ചേട്ടൻ നിതിൻ കാമത്തുമാണ് ആ സഹോദരങ്ങൾ. 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത നിഖിൽ കാമത്ത് എങ്ങനെയാണ് ഇത്ര വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്? നിഖിൽ തൻ്റെ ആദ്യത്തെ ബിസിനസ് തുടങ്ങിയതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 14കാരനായ നിഖിൽ ഒരു ചെറിയ ഏർപ്പാട് തുടങ്ങി. മൊബൈൽ ഫോണുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബിസിനസ് ആയിരുന്നു അത്. എന്നാൽ ഇത് കണ്ടുപിടിച്ച നിഖിലിൻ്റെ അമ്മ അവൻ്റെ ഫോണുകൾ പിടിച്ചു വാങ്ങി ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് അടിച്ചു. അന്നത്തോടെ ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ ബിസിനസ് അവസാനിക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും ഭാവിയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിൽ നിന്നും നിഖിലിനെ പിന്നോട്ട് വലിച്ചിട്ടില്ല. സ്കൂൾ പഠനം ഉപേക്ഷിച്ച നിഖിൽ 17ാം വയസ്സിൽ തൻ്റെ ആദ്യത്തെ ജോലിക്ക് കയറി. 8000 രൂപ മാസ ശമ്പളത്തിൽ ബംഗളൂരുവിലെ കോൾ സെൻ്ററായ 24/7 അത്. വൈകുന്നേരം 4 മണി മുതൽ പുലർച്ചെ 1 മണി വരെ ആയിരുന്നു നിഖിലിൻ്റെ ഷിഫ്റ്റ് ടൈമിംഗ്. തനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിൽ നിന്നും ചെറിയൊരു തുക മാറ്റിവെച്ച ആ ടീനേജർ രാവിലെകളിൽ ഷെയർ ട്രേഡിംഗ് ചെയ്യാൻ തുടങ്ങി. അക്കാലത്ത് സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനമായിരുന്ന ഷെയർഗാനിലായിരുന്നു നിഖിലിന് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. കോൾ സെൻറ്ററിലെ നൈറ്റ് ഷിഫ്റ്റ് ജോലിക്കിടെ നിഖിൽ സ്റ്റോക്ക് ട്രേഡിംഗ് കൂടുതൽ പഠിച്ചെടുത്തു. മകനിൽ വിശ്വാസം അർപ്പിച്ച നിഖിലിൻ്റെ അച്ഛൻ തൻ്റെ സമ്പാദ്യം മാനേജ് ചെയ്യാൻ മകനെ ഏൽപ്പിച്ചു. ആ സമയത്ത് തന്നെ നിഖിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും മാനേജ് ചെയ്യാൻ തുടങ്ങി. ഇനി രസകരമായ മറ്റൊരു കാര്യം കേൾക്കണോ? അക്കാലത്ത് മറ്റുള്ളവരുടെ പണം മാനേജ് ചെയ്ത് നിഖിൽ നേടിയിരുന്ന കമ്മീഷൻ തൻ്റെ കോൾ സെൻറ്ററിലെ മാസശമ്പളത്തേക്കാൾ കൂടുതലായിരുന്നു. നിഖിലിനേക്കാൾ 7 വയസ്സിന് മൂത്തതാണ് സഹോദരൻ നിതിൻ. ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി നേടിയതിനു ശേഷം നിതിൻ ഷെയർ ട്രേഡിംഗിലേക്ക് ഇറങ്ങി. 2000ന്റെ തുടക്കത്തിലായിരുന്നു ഇത്. എന്നാൽ ട്രേഡിംഗിൽ ഭീമമായ നഷ്ടം വന്നപ്പോൾ നിതിനും ഒരു കോൾ സെന്ററിൽ ജോലിക്ക് കയറി. 3-4 വർഷം ജോലി ചെയ്ത ശേഷം 2005-ൽ നിതിൻ ഒരു വലിയ ബ്രോക്കറേജ് ഫേമിന്റെ ഫ്രാഞ്ചൈസ് തുടങ്ങി. അക്കാലത്ത് മാർക്കറ്റിലുണ്ടായിരുന്ന ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ വളരെ ഉയർന്ന കമ്മീഷനാണ് ചാർജ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ചെയ്യുക എന്നത് വലിയ പണച്ചെലവുള്ള കാര്യമായിരുന്നു. നിഖിലും നിതിനും ഇത് മനസ്സിലാക്കി. സാധാരണക്കാർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ട്രേഡിംഗ് സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ 2010-ൽ ആ സഹോദരന്മാർ ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ഫേമായ സെറോദ തുടങ്ങി. ഇൻവെസ്റ്റ്മെന്റ്സിന് 0 ബ്രോക്കറേജ് ചാർജുകളും ഇൻട്രാഡേക്കും ഡെറിവേറ്റീവ് ട്രേഡുകൾക്കും ഒരു സ്റ്റാൻഡർഡൈസ് ഫീസ് സ്ട്രക്ചറും കൊണ്ടുവന്ന സെറോദ ഇന്ത്യയിലെ ബ്രോക്കറേജ് രംഗത്ത് ഒരു വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചത്. ഇന്ന് 1 കോടിയിൽ കൂടുതൽ ക്ലയൻസ് ഉള്ള ബ്രോക്കറേജ് സ്ഥാപനമായി സെറോദ വളർന്നിരിക്കുന്നു. ഇന്ത്യയിൽ ആകെയുള്ള റീറ്റെയിൽ ട്രേഡിംഗ് വോളിയത്തിന്റെ 15% കൂടുതൽ നടക്കുന്നത് സെറോദയിലൂടെയാണ്. ഇതുകൂടാതെ ഹുറൂൺ പുറത്തുവിട്ട ലേറ്റസ്റ്റ് ലിസ്റ്റ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വാല്യുബിൾ ആയ 10 അൺലിസ്റ്റഡ് കമ്പനികളിൽ സെറോദ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ ലിസ്റ്റ് പ്രകാരം 87,750 കോടി രൂപയാണ് സെറോദയുടെ വാല്യുവേഷൻ. സെറോദയുടെ സഹോദര സ്ഥാപനമാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടും ഇൻക്യുബേറ്ററുമായ റെയിൻമാറ്റർ. ഫിൻടെക് കമ്പനികളും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികളുമാണ് റെയിൻമാറ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സെറോദയുടെ മറ്റൊരു സഹോദര സ്ഥാപനമാണ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഫേമായ ട്രൂ ബീക്കൺ. അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻവെസ്റ്റേഴ്സിനെ ലക്ഷ്യമിടുന്ന ഈ ഫേം ഒരു 0 ഫീ മോഡലായാണ് പ്രവർത്തിക്കുന്നത്. കാമത്ത് സഹോദരങ്ങളായ നിഖിലിനെയും നിതിനെയും കുറിച്ച് പലർക്കും അറിയാത്ത 7 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പോഡ്കാസ്റ്റ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് നിതിൻ കാമത്തിന്റെ കൂടെയാണ്. 2. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിരലിലെണ്ണാവുന്ന സന്ദർഭങ്ങളിലെ താൻ കരഞ്ഞിട്ടുള്ളൂ എന്ന് നിഖിൽ പറയുന്നു. അച്ഛൻ്റെ മരണം, ചേട്ടൻ നിതിന് സ്ട്രോക്ക് വന്നപ്പോൾ, ഒരു ബ്രേക്കപ്പ് ഉണ്ടായപ്പോൾ, തൻ്റെ പട്ടി മരണപ്പെട്ടപ്പോൾ എന്നിവയായിരുന്നു അത്. 3. സെറോദ അഡ്വർടൈസിങ് ചെയ്യാറേയില്ല. കാരണം എന്താണെന്നോ? നിതിൻ പറയുന്നത് അഡ്വർടൈസിങ് കൊക്കൈൻ പോലെയാണെന്നാണ്. ഒരു ബിസിനസ് ഒരു പ്രാവശ്യം അഡ്വർടൈസിങ് ചെയ്തു കഴിഞ്ഞാൽ
പിന്നെ ഒരിക്കലും അത് നിർത്താൻ കഴിയില്ലത്രേ. 4. തൻ്റെ അച്ഛൻ ജോലി ചെയ്ത കനറ ബാങ്കിൽ ഒരു സ്പീച്ച് ഡെലിവറി ചെയ്യാൻ നിതിനെ ക്ഷണിക്കുകയുണ്ടായി. താൻ സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമോഷണലായ നിമിഷങ്ങളിലൊന്നായിരുന്നുവെന്ന് നിതിൻ ഓർമ്മിക്കുന്നു. 5. കോളേജിൽ പോകാത്ത നിഖിലിനെ ഒരിക്കൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കോൺവെക്കേഷൻ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി ക്ഷണിച്ചു. അവിടെ നിഖിലിനൊപ്പം വേദി പങ്കിട്ട ഒരു പ്രമുഖൻ ISRO ചീഫ് ഡോക്ടർ S. സോമനാഥ് ആയിരുന്നു. 6. 90കളുടെ അവസാനത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്ത ആദ്യത്തെ കുറച്ചാളുകളിൽ ഒരാൾ നിതിനായിരുന്നു. ആ ബിസിനസ്സിൽ നിതിൻ്റെ ആദ്യത്തെ കസ്റ്റമർ ആരായിരുന്നെന്നറിയോ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ. 7. തനിക്ക് കുട്ടികൾ വേണ്ടെന്ന് നിഖിൽ പറയുന്നു. കാരണം എന്താണെന്നോ? 18-20 വർഷം കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ട് ഭാവിയിൽ അവർ തന്നെ നോക്കാതെ പോയി കളഞ്ഞാലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാമത്ത് സഹോദരങ്ങളുടെ കഥ നിങ്ങൾക്ക് വളരെ ഇൻസ്പയറിംഗ് ആയി തോന്നിയോ? മറ്റേതെങ്കിലും സെലിബ്രിറ്റിയുടെ ലൈഫ് സ്റ്റോറി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യൂ.